ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല സ്പൈസി ചിക്കൻ കൊണ്ടാട്ടമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് കഴുകി വൃത്തിയാക്കിയ 1 കിലോ ചിക്കനിലേക്ക് 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1.5 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് വേപ്പിലയും ഒരു ചെറുനാരങ്ങയുടെ നീരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഫ്രണ്ട്സ്, ഞാൻ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയി. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടണേ. കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. അതിനുശേഷം ചുവട് കട്ടിയുള്ള നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം ഓയിൽ ചേർക്കുക. ഞാനിവിടെ എടുക്കുന്നത് സൺറിച്ച് ഓയിലാണ്. ഏറ്റവും നല്ലത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ. ഓയിൽ നന്നായി ചൂടാവുമ്പോൾ ചിക്കൻ ഇട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം ചിക്കൻ വറുത്ത ഓയിലിൽ 4 വറ്റൽമുളകിട്ട് മൂപ്പിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. പിന്നീട് ചെറിയുള്ളി കുറഞ്ഞത് 35 എണ്ണമെങ്കിലും എടുത്ത് ഒരു സവാളയും എടുത്ത് ചെറുതായി അരിഞ്ഞതും കറിവേപ്പിലയും അതിലേക്കിട്ട് വഴറ്റാം. ഉള്ളിയും സവാളയും മൂപ്പിക്കുമ്പോൾ കൂടെ ഇത്തിരി ഉപ്പും കൂടി ചേർക്കണം. പെട്ടെന്ന് മൂത്ത് കിട്ടാനാണ് കേട്ടോ. അത് ചെറുതായി ഒന്ന് വഴണ്ടു വരുമ്പോൾ 4 പച്ചമുളക് അരിഞ്ഞതും ചേർക്കാം. ഉള്ളിയും സവാളയും പച്ചമുളകും നന്നായി മുരിഞ്ഞു വരുമ്പോൾ 1.25 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. അതിനുശേഷം 2.25 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1.25 സ്പൂൺ ഗരം മസാലയും 4 സ്പൂൺ ചില്ലി ഫ്ലേക്സും 6 സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഒരു ബൗൾ നിറയെ തിളപ്പിച്ച വെള്ളം ഒഴിച്ച് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്ത ചിക്കൻ അതിലേക്കിട്ട് നല്ലോണം ഇളക്കിയെടുക്കാം. ഫ്രണ്ട്സ്, നല്ലോണം മസാലയിലോട്ട് ചിക്കൻ ഇളക്കി ചേർക്കണം. ഇതിലോട്ട് 1 സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. നേരത്തെ മൂപ്പിച്ചു വെച്ച ഉണക്കമുളകും കൂടെ കുറച്ച് കറിവേപ്പിലയും ഇടാം. നമ്മുടെ സ്വാദിഷ്ടമേറിയ സ്പൈസി ചിക്കൻ കൊണ്ടാട്ടം റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻസിലൂടെ അറിയിക്കണേ. ഇത് അപ്പം, പൊറോട്ട, ചപ്പാത്തി, ചോറ് എല്ലാത്തിൻ്റെ ഒപ്പവും ഒരു നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഞങ്ങൾ ഇന്നിവിടെ അപ്പത്തിൻ്റെ ഒപ്പമാണ് കഴിച്ചത്. വളരെ ടേസ്റ്റിയാണ് ഫ്രണ്ട്സ്. എന്തായാലും ട്രൈ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രണ്ട്സ്.